ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ വില്ലൻ ശബരിമലയിൽ നിന്ന് ഇളക്കി കൊണ്ടുപോയ ഉരുപ്പടികളൊക്കെ തിരിച്ചെത്തിച്ചപ്പോൾ അതിൽ കാര്യമായ സ്വർണ്ണ നഷ്ടം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു പരിശോധന നടന്നിരുന്നു. ആ പരിശോധനാ ഫലം പുറത്ത് വന്നപ്പോൾ SITയുടെ സംശയങ്ങളൊക്കെ കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്വർണം കുറഞ്ഞിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശാൻ കൊണ്ടുപോയ ദ്വാരപാലക പാളി അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അല്ലെ, ഈ ഇതൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. ആ റിപ്പോർട്ട് അടുത്ത ദിവസം അടുത്ത ദിവസം എന്നാൽ നാളെ തന്നെ SIT ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുമ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് പരാമർശം നടത്തുമെന്നുള്ളത് പ്രധാനമാണ്. സിജോ വി ജോൺ അതിന്റെ വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ പരിശോധന ഏതെല്ലാം രീതിയിലാണ് നടത്തിയത് എന്ന് വെച്ചാൽ ചെന്നൈയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന ഉരുപ്പടികളെല്ലാം ഏതൊക്കെ അർത്ഥത്തിൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്, എത്ര കണ്ട് സ്വർണ്ണ നഷ്ടം അതിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SITയുടെ തുടർ നീക്കങ്ങൾ, അന്വേഷണങ്ങൾ എങ്ങനെയാണ്? ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുപോയി ഉരുക്കിയത് തട്ടിയെടുത്തു എന്നൊരു സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ മൊഴികളൊക്കെയാണ് ഇത്രയും നാളുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തുക, അത് സ്ഥിരീകരിക്കുക എന്നുള്ളത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ മൊഴികൾക്കപ്പുറത്തേക്ക് അത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന, കോടതിയിൽ ബോധിപ്പിക്കാൻ പറ്റുന്ന തെളിവ് എന്ന് പറയുന്നത് ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത്, ഹൈക്കോടതിയിൽ നൽകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘവും ഇതിന്റെ പകർപ്പ് വാങ്ങിയിരിക്കുന്ന, ആ റിപ്പോർട്ട് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വിശദമായ പരിശോധന നടത്തി വരികയാണ്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ശബരിമലയിൽ നിന്ന് 1998 കൊണ്ടുപോയി, പിന്നീട് 2018 കൊണ്ടുപോയി, പിന്നീട് അതിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തിട്ടുണ്ട്. ദ്വാരപാലക ശില്പവും കട്ട്ളപ്പാടിയുമാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി ഇതിൽ നിന്ന് സ്വർണം തട്ടി എന്ന് സ്ഥിരീകരിക്കുന്ന വിവരം വരുന്നുണ്ട്. അതിൽ എത്രത്തോളം സ്വർണത്തിന്റെ അളവ് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. അതെന്തായാലും നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിന്റെ തൂക്കത്തിൽ അറിയാൻ പറ്റും. എന്തായാലും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട്. ഈ പാളികളുടെ വെയിറ്റ് ടോട്ടലി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ മറ്റ് പാളികൾ കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഈ 15 ഇടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ സാമ്പിളുകൾ കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണവും അതിൻ്റെ ഒരു പ്യൂരിറ്റി, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കാലപ്പഴക്കം, ഇത് രണ്ടുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ആവുക. അതിലൂടെയാണ് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നറിയാം. അന്ന് കൊണ്ടുവച്ച സ്വർണത്തിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കമൊക്കെ അറിയുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായി അറിയാം അന്നുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ ഒരു പഴക്കം വെച്ച് നോക്കുമ്പോൾ ഇത് പുതിയതായിട്ടുള്ള സ്വർണ്ണമാണെന്ന് പറയുമ്പോൾ മാറ്റം വന്നതും, അതോടൊപ്പം തന്നെ അത് ഏത് തരത്തിലാണ് ആ തട്ടിപ്പ് നടന്നിട്ടുള്ളത്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ തട്ടിപ്പിനപ്പുറത്തേക്ക് വലിയ കൊള്ള ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലേക്ക് വരേണ്ടി വരും. അപ്പോൾ അത് പിന്നീട് SITയുടെ കയ്യിലൊന്നും ഈ അന്വേഷണം നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കേന്ദ്ര ഏജൻസികളിലേക്ക് സ്വാഭാവികമായും അന്വേഷണം പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുകയും ചെയ്യുന്നുള്ളത്. എന്തായാലും SIT ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയാണ്. നാളെ തന്നെ SIT ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. പിന്നീട് ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നുള്ളത് സംബന്ധിച്ച്. ഇനി തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന രീതിയിലല്ല, ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് വൻ സ്രാവുകൾ, നമ്മൾ പലപ്പോഴും പറയാറുള്ള വൻ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയും നാളത്തോടുകൂടി വരും.